ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് രാജ്യത്ത് തന്നെ ലഭിച്ച മികച്ച വിജയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 2 മണ്ഡലങ്ങളിലെ വിജയമാണെന്ന് AICC ഉറപ്പിച്ചിരിക്കുന്നു. വർഗീയ കോമരങ്ങൾ അഴിഞ്ഞാടിയ മണിപ്പൂർ എന്ന സംസ്ഥാനത്ത് ആകെയുള്ള 2 മണ്ഡലങ്ങളായ ഔട്ടർ മണിപ്പൂരിലെയും ഇന്നർ മണിപ്പൂരിലെയും ലോക്സഭാ മണ്ഡലങ്ങളിലേതെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വ്യക്തമാക്കി. ആഭ്യന്തര കലാപം രൂക്ഷമായപ്പോൾ അതിനെ ശാന്തമാക്കാനോ അവിടം സന്ദർശിക്കാനോ തയ്യാറാകാത്ത പ്രധാനമന്ത്രിയോടും BJP ഭരണകൂടത്തോടുമുള്ള പ്രതിഷേധം ഈ 2 മണ്ഡലങ്ങളുടെയും ജനങ്ങൾ ജനവിധിയിലൂടെ പ്രതിഫലിപ്പിച്ചുവെന്നും അത് കോൺഗ്രസ് ഈ രാജ്യത്തിന് ആവശ്യമാണെന്ന് വിളിച്ചു പറയുന്നതാണെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. ഇത് തന്നെയാണ് നരേന്ദ്രമോദിയുടെ പരാജയത്തിലേക്ക് വഴിവെച്ച ഒരു പ്രധാനപ്പെട്ട കാരണവും. 1 വർഷമായി വർഗീയ ഭ്രാന്തന്മാർ തകർത്തെറിഞ്ഞ മണ്ണാണ് മണിപ്പൂർ. കേന്ദ്ര സർക്കാരും മണിപ്പൂർ ഭരിക്കുന്ന BJP സർക്കാരോ അതിന് പരിഹാരമുണ്ടാക്കാൻ തയ്യാറായില്ലെന്നു മാത്രമല്ല, ജനങ്ങൾക്ക് ജീവിക്കാൻ പോലും സാഹചര്യമില്ലാത്തൊരു സമയത്താണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികളായ അൻഗോച്ച ബിമോൽ ഏകോവിച്ചിത്തിന് ഇന്നർ മണിപ്പൂരിലും ആൽഫ്രഡ് കൺകം ആർത്തറിന് ഔട്ടർ മണിപ്പൂരിലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നത് വലിയ വെല്ലുവിളി നിറഞ്ഞതായിരുന്നു. സാധാരണ മണ്ഡലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ജീവൻ തന്നെ പണയം വെച്ച് നേടിയെടുത്ത ഒരു വിജയം തന്നെയാണ് കോൺഗ്രസ് വിജയങ്ങളിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത്. അത് നമുക്ക് മണിപ്പൂരിനെ കുറിച്ചൊന്ന് നോക്കിയാൽ തന്നെ മനസ്സിലാകും. വോട്ടർമാരെ കണ്ടെത്താൻ കഴിയാത്ത ഒരു വോട്ടെടുപ്പായിരുന്നു കഴിഞ്ഞുപോയത്. അവർ വീടുകളിൽ തന്നെ ഉണ്ടായിരുന്നില്ല. BJP സർക്കാർ സ്പോൺസർ ചെയ്ത വംശീയ കലാപത്തിൻ്റെ ഇരകളായ മണിപ്പൂർ ജനത ആശങ്കയുടെയും നിരാശയുടെയും നൊമ്പരത്തിൻ്റെയും അലയൊളികൾ അടങ്ങാത്ത ഒരു മുറിവേറ്റ ഹൃദയവുമായി അഭയാർത്ഥി ക്യാമ്പുകളിൽ നിന്നും മറ്റുമായിരുന്നു അവരുടെ സമ്മതിദാനാവകാശം നിറവേറ്റിയത് എന്ന് തന്നെ പറയുന്നത് ഇന്ത്യൻ ചരിത്രത്തിൽ ഒരുപക്ഷെ ആദ്യമായിരിക്കാം. ഭരണകക്ഷിയായ BJPയെയും അവരുടെ സഖ്യകക്ഷിയായ നാഗാ പീപ്പിൾസ് ഫ്രണ്ടിനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് കോൺഗ്രസിൽ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുകയാണ് മണിപ്പൂരിലെ ജനത ചെയ്തത്. ആഭ്യന്തര കലാപം രൂക്ഷമായപ്പോൾ അതിനെ ശാന്തമാക്കാനോ അവിടം സന്ദർശിക്കാനോ തയ്യാറാകാത്ത പ്രധാനമന്ത്രിയോടുള്ള വലിയ വെല്ലുവിളിയാണ് മണിപ്പൂർ ജനത മൊത്തം സ്വീകരിച്ചത്. കോൺഗ്രസിനെ ജയിപ്പിച്ചു അവർ. വംശീയ കലാപം കൊടുമ്പിരി കൊണ്ടപ്പോൾ മണിപ്പൂരിൻ്റെ ആത്മാവിനേറ്റ മുറിവിൽ സ്നേഹത്തിൻ്റെ സ്പർശവുമായി കടന്നു ചെന്നത് രാഹുൽ ഗാന്ധി മാത്രമായിരുന്നു. രാഹുൽ ഗാന്ധി ഇംഫാലിൽ നിന്ന് ആരംഭിച്ച ഭാരത് ജോഡോ യാത്ര തെളിയിച്ച ഒരു ഊർജമാണ് കോൺഗ്രസിൻ്റെ തിളക്കമാർന്ന വിജയത്തിലേക്ക് മണിപ്പൂരിൽ കൈപിടിച്ച് നടത്തിയത്. 2023 മെയ് 3 ഇവിടം കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ മണിപ്പൂർ സന്ദർശിക്കുകയും ആ ജനതയ്ക്ക് ആശ്വാസമാകാൻ പ്രയത്നിക്കുകയും ചെയ്ത ആദ്യ നേതാവും രാഹുൽ ഗാന്ധി തന്നെയാണ്. അതിൻ്റെ നന്ദിയാണ് ഈ ജനത ജനവിധിയിലൂടെ പ്രകടിപ്പിച്ചത്. ഈ 2 മണ്ഡലങ്ങൾ നൽകിയ ജനവിധി ഒറ്റപ്പെട്ടവൻ്റെ ശബ്ദമായിരുന്നു. ആ തീരുമാനവും അതുവഴിയുള്ള സൂചനയും ഇന്ത്യ ഭരിക്കാൻ കോൺഗ്രസും അതിനു മുന്നിൽ നിൽക്കാൻ രാഹുൽ ഗാന്ധിയും എന്നുള്ളതാണ്. അതാണ് ഇനി ഈ രാജ്യം ഒന്നടങ്കം പ്രതീക്ഷിക്കുന്നത്.